ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു 8.0. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ള ഒരു കൺസെപ്റ്റായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു ഡെറിവേഷനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ സർക്കുലർ ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് ഏത് രീതിയിൽ ഡെറൈവ് ചെയ്തെടുക്കാമെന്ന് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ICM = mr²/2 ഇതാണ് ഒരു സർക്കുലർ ഡിസ്കിൻ്റെ സെൻട്രൽ ആക്സിസിലേക്ക് കൂടിയുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വരുന്നത്. ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ M മാസിനെയും അതായത് മാസ് ഓഫ് ദി ഡിസ്കും ക്യാപിറ്റൽ ലെറ്റർ R കൊണ്ട് റേഡിയസ് ഓഫ് ദി ഡിസ്കിനെയാണ് സൂചിപ്പിക്കുന്നത്. L2 ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്ത് വന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് എന്ത് വേണം, ഒരു സർക്കുലർ ഡിസ്ക് കോൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ സർക്കുലർ ഡിസ്കിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടാവണം. അതിൻ്റെ ഒരു ഒന്നാമത്തെ പ്രത്യേകത വെച്ചാൽ ഇറ്റ് ഈസ് യൂണിഫോം ഓർ കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് അതിനുണ്ടാകുന്ന മാസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ കണ്ടിന്യൂസോ അഥവാ യൂണിഫോമോ ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഫിഗർ ഇവിടെ വരക്കാം, ഒരു ഡിസ്കിൻ്റെ ഒരു ഫിഗർ. അപ്പോൾ ഈ ഡിസ്കിൻ്റെ സെൻറ്ററിലേക്ക് കൂടിയുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, അതായത് സെൻട്രൽ ആക്സിലേക്ക് കൂടിയുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മുടെ ഇവിടെ ICM ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഈ രീതിയിൽ അത് റൊട്ടേറ്റ് ചെയ്യുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു പമ്പരം കറക്കുന്നു. അപ്പോൾ ആ പമ്പരം കറങ്ങുന്നതിൻ്റെ ഈ പമ്പരത്തിൻ്റെ മെയിനായിട്ട് വരുന്ന പാർട്ടിനെ ഒരു ഡിസ്കായിട്ട് സങ്കല്പിച്ചാൽ ആ രീതിയിലുള്ളൊരു റൊട്ടേഷൻ വരുമ്പം ആ പമ്പരത്തിൻ്റെ കുറ്റി അഥവാ അതിൻ്റെ സെൻറ്ററിലേക്ക് കൂടെ പോകുന്ന ഒരു ആക്സിസ്, അതാണ് അതിലേക്കൂട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ശരിക്കും നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു ഡിസ്ക് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉൾഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഡിസ്കിൻ്റെ റേഡിയസ് ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ R ആണ് എടുക്കുന്നത്. അത് നമ്മൾ നേരത്തെ ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മാസ് ക്യാപിറ്റൽ ലെറ്റർ M ആയിട്ട് എടുക്കുന്നു. നമുക്കിവിടെ ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ, അതായത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കണക്കിൽ നമ്മൾ മുമ്പത്തെ ഒരു എപ്പിസോഡിൽ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊന്ന് പോയിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഇക്വേഷൻ I = mr² ആണ്. ഇവിടെ മാസ് ക്യാപിറ്റൽ ലെറ്റർ M അതുപോലെ തന്നെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ R ആയതുകൊണ്ട് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ M × ക്യാപിറ്റൽ ലെറ്റർ R² എന്ന് എഴുതാം. അതേപോലെ തന്നെ ഇവിടെ DI = dm × R² എന്ന് വരും. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DI എന്ന് വെച്ച എലമെൻറ്റ് എന്താണെന്നും അതുപോലെ തന്നെ DM എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. ഇവിടെ DI എന്ന് വെച്ചാൽ സ്മോളസ്റ്റ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് വരുന്നത്, അതായത് ചെറിയൊരു പാർട്ടിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. DM വെച്ചാൽ സ്മോളസ്റ്റ് മാസ് എലമെൻറ്റിനാണ് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ വന്നേ നമുക്ക് നോക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു ഡിസ്ക് കോൺസിഡർ ചെയ്താൽ നമുക്കതിനെ കുറേ ഭാഗങ്ങളാക്കിയിട്ട് ചെറിയ ചെറിയ റിങ് വെച്ചിട്ട്, അതായത് സോളിഡ് റിങ്ങിൻ്റെ കളക്ഷൻസ് ആക്കിയിട്ട് വരച്ചിട്ട് എടുക്കാൻ പറ്റും. അഥവാ ആ രീതിയിൽ നമുക്കതിനെ ഇമാജിൻ ചെയ്യാൻ പറ്റും. തിയോറിറ്റിക്കലി, പ്രാക്ടിക്കലി അല്ല, തിയോറിറ്റിക്കലി. ഈ പറഞ്ഞ ഒരു കാര്യം ബേസ് ചെയ്തിട്ട് ഞാനിവിടെ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ആ ഒരു എക്സാമ്പിൾ, ആ ഫിഗറിൽ ഞാൻ ഒരു റിങ് വരച്ചിട്ടുണ്ട്. ആ റിങ്ങിൻ്റെ ചെറിയൊരു ഭാഗത്തിന്, ചെറിയൊരു പാർട്ടിനാണ് DX ആയിട്ട് സങ്കല്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ DM ഏത് രീതിയിൽ എഴുതാൻ പറ്റുമെന്ന് വെച്ചാൽ, അതായത് ആ റിങ്ങിൻ്റെ മാസിനാണ് ഇവിടെ DM ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ആ റിങ്ങിൻ്റെ മാസിന് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഡിസ്കിൻ്റെ ടോട്ടൽ മാസിന അതേ ഡിസ്കിൻ്റെ, അതായത് നമുക്ക് ഏത് ഡിസ്കിൻ്റെയാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ട് അതിൻ്റെ മാസിന അതിൻ്റെ തന്നെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന ഉത്തരത്തിൻ്റെ പരം നമ്മൾ എടുത്തിരിക്കുന്ന ചെറിയൊരു റിങ്ങിൻ്റെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതാണ് DM കണ്ടുപിടിക്കേണ്ട ആ ഒരു ഇക്വേഷൻ. ഈ ഒരു സമവാക്യം നമ്മളിവിടെ ഫോം ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ കുറേ റിങ്ങുകൾ ചേർന്നിട്ടാണ് ഡിസ്ക് ഉണ്ടായെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിൽ കുറേ റിങ്ങുകൾ ഉണ്ടാവും. ആ റിങ്ങിൻ്റെ ചെറിയൊരു ഭാഗങ്ങൾ നമ്മൾ DX എന്ന് വിളിച്ചു. ഇതേപോലത്തെ കുറേ DXകൾ കൂടിച്ചേർന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അതായത് ആ ഒരു റിങ്ങിൻ്റെ DM കിട്ടിയാൽ മാത്രമേ എല്ലാ DM കൂടി കൂടിച്ചേർന്നിട്ട് നമുക്കൊരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അവിടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണാൻ വേണ്ടി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന DM ഈ രീതിയിലൊരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചത്. അതായത് മാസ് എന്ന് വെച്ചാൽ DXൻ്റെ കുറേ DX എലമെൻറ്റുകളുടെ മാസ് കൂടി ചേർന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഇവിടെ ഫോം ചെയ്തത്. ശേഷം നമുക്ക് ഇവിടെ മാസിനെ, അതായത് DM കാണുന്നതിൽ ഡിസ്കിൻ്റെ മാസിനെ ക്യാപിറ്റൽ ലെറ്റർ M ആയിട്ട് എടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ എന്താണ് പരപ്പളവ്, അതായത് ഏരിയ നമുക്ക് πr² ആയിട്ട് എടുക്കുക. ഇവിടെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ R ആണ്, അത് ഇവിടെ ഇട്ട് കൊടുത്തു. ശേഷം ഇവിടെ ഏരിയ ഓഫ് ദ റിങ് പറയുന്നുണ്ട്. അപ്പോൾ ഏരിയ ഓഫ് ദ റിങ് വെച്ചാൽ റിങ്ങിൻ്റെ ഏരിയ എന്ന് വരിക. അപ്പോൾ അത് 2πx dx എന്നാണ് വരുന്നത്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ അതിൻ്റെ സർക്കംഫറൻസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് 2πx എന്നുള്ളൊരു സമവാക്യം ഇവിടെ ഫോം ചെയ്യാം. പിന്നെ ഇവിടെ DX എന്നുള്ള എലമെൻറ്റിനെ കൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ നമ്മൾ ആ റിങ്ങിനെ കുറേ DX എന്നുള്ള എലമെൻറ്റുകളാക്കി മാറ്റുന്നുണ്ട്. അപ്പം ഓരോ DXകളും ഇങ്ങനെ 2πx ആയിട്ട് കൂടിച്ചേർന്നാൽ മാത്രമേ നമുക്ക് ആ വോളായിട്ട് വരുന്നത്, അതായത് മൊത്തത്തിലുള്ള ആ റിങ്ങിൻ്റെ എന്ത് കിട്ടുള്ളൂ, ഏരിയ കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഇവിടെ വന്നത്. ഇവിടെ പയ്യും ക്യാൻസൽ ആക്കുക. ശേഷം DM = 2m / R² × x dx എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. ശേഷം നമുക്ക് സമവാക്യം 1ഉം സമവാക്യം 2ഉം ഫോം ചെയ്യാം. ഇതിന് ശേഷം സമവാക്യം 2ന് നമുക്ക് സമവാക്യം 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് DI കാണാൻ പറ്റും. അതായത് DI = 2m / R² which into ഇവിടെയുള്ള x dx × R², ക്യാപിറ്റൽ ലെറ്റർ R². ഈ രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടുക, അവിടുത്തെ ഇക്വേഷൻ കിട്ടുക.
അപ്പോൾ ഈ രീതിയിലൊരു ഇക്വേഷൻ നമുക്കിവിടെ ഫോം ചെയ്ത് കിട്ടി. അപ്പോൾ ഒരു ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ DAൻ്റെ ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ R² എന്ന് എഴുതിയത്, പക്ഷേ അവിടെ R² അല്ല X² വരിക. X² വരാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് നേരത്തെ ഉള്ള ഒരു ഇക്വേഷനിലേക്ക് പോകാം. അതായത് DA = DM × R². ആ ഇക്വേഷനിലും DA = DM × X² വരിക. കാരണം നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്, അതായത് ഏരിയ കണ്ടുപിടിക്കുന്നത് ആ ചെറിയൊരു റിങ്ങിൻ്റെയാണ്, നമ്മൾ എടുക്കുന്ന റിങ്ങിൻ്റെയാണ്. ആ റിങ്ങിൻ്റെ റേഡിയസ് ആയിട്ട് നമ്മളെടുത്തത് ക്യാപിറ്റൽ ലെറ്റർ R അല്ല, സ്മോൾ ലെറ്റർ X ആണ്. അവിടെ നമ്മളവിടെ X തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുള്ള കാരണം നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. നമുക്കിവിടെ DI ആണ് കിട്ടിയത്, പക്ഷേ നമുക്കിവിടെ കാണേണ്ട മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഡിസ്ക് ആണ്, അതായത് I ആണ് കാണേണ്ടത്. അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇൻ്റഗ്രേഷൻ കൊടുക്കാം. അപ്പോൾ ഇൻ്റഗ്രേഷൻ 0 to R ആണ് നമ്മൾ ഇൻ്റഗ്രേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ കൊടുക്കുമ്പോൾ ഉള്ളിലുള്ള ടേംസ് ആയിട്ടുള്ള 2m / R² × x³ dx നമുക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ x × x² നമുക്ക് എന്തായിട്ട് കിട്ടും, x³ ആയിട്ട് കിട്ടും. ശേഷം കോൺസ്റ്റൻറ്റ് ടേം ആയിട്ടുള്ള 2m / R² പുറത്തേക്ക് എടുക്കുക. ശേഷം നമുക്ക് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള പാർട്ട് വരുന്നത് 0 to R x³ dx ആണ്. അതിനുശേഷം ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് x³ ഇൻ്റഗ്രേഷൻ വരുന്നത് x⁴ / 4 ആണ്. അതിന് 0 to R ചെയ്യാം. ഇതിനുശേഷം നമുക്ക് ഇവിടുത്തെ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ x ഉള്ള ഭാഗത്തെല്ലാം എന്തിട്ട് കൊടുക്കണം, R ഇട്ട് കൊടുക്കണം. അത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. അപ്പം R⁴ / 4 വിച്ച് മൈനസ് 0⁴ / 4 വരും. 0ൻ്റെ പാർട്ട് വരുന്ന ടേമെല്ലാം ക്യാൻസൽ ആവും. ശേഷം R-ൻ്റെ ടേം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതിന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന അവസാനത്തെ ഉത്തരം mr² / 2 ആണ്. ഇതാണ് നമ്മളെ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വരുന്നത്. അതായത് നമുക്ക് അതിവിടെ എഴുതി കൊടുക്കാം. നമ്മളിവിടെ ചെയ്തിരിക്കുന്നതിൽ സെൻട്രൽ ആക്സിസിലേക്കൂടിയുള്ള, അതായത് ഒരു ഡിസ്കിൻ്റെ സെൻട്രൽ ആക്സിസിലേക്കൂടിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I = mr² / 2 എന്ന് കിട്ടും. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ M മാസിനും ക്യാപിറ്റൽ ലെറ്റർ R റേഡിയസിനും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് കഴിഞ്ഞില്ല, ഇനി വേറെയും കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് റേഡിയസ് ഓഫ് ഗൈറേഷൻ പോലത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അപ്പം റേഡിയസ് ഓഫ് ഗൈറേഷൻ അതിൻ്റെ ഇക്വേഷൻ K = √I / M ആണ്. I മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ്, M മാസാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന I = mr² / 2 എന്നുള്ള ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് mr² / 2 / M എന്ന് കിട്ടും. അപ്പോൾ അതിലുള്ള M ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് എന്തായിരിക്കും, R / √2 ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് 1/√2 × R എന്ന് എഴുതി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ മുന്നത്തെ ഒരു എപ്പിസോഡ് ചെയ്തിനി. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അതുപോലെ തന്നെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്ക്. അപ്പോൾ ആ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മളിവിടെ കണ്ടുപിടിച്ചു. പക്ഷേ ഇതിൻ്റെ ആക്സിസിന് ചെറിയൊരു മാറ്റമുണ്ട്. അതായത് ത്രോയിസ് ഡയാമീറ്റർ. നമ്മളൊരു ഡിസ്കിനെ അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത് അതിൻ്റെ ഡയാമീറ്ററിലേക്ക് കൂടി ആണെങ്കിൽ, അതായത് എന്താ പറയുക, ഒരു കോയിൻ എടുത്തിട്ട് നമ്മൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പം അത് അതിൻ്റെ ഡയാമീറ്ററിലാണ് അതിൻ്റെ ആക്സിസ് വരിക. ആ ആക്സിലായിരിക്കും എന്ത് ചെയ്യുക, അത് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരിക വെച്ചാൽ അതൊന്ന് ഡെറൈവ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഡയാമീറ്ററിലേക്ക് കൂടിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, അതായത് ICM = ID എന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന തിയറം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറാണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു ആ വീഡിയോക്ക്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം. തീർച്ചയായും നിങ്ങൾക്കത് ഉപകാരപ്പെടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്കിവിടെ ചെയ്യേണ്ടത് വെച്ചാൽ, ഇവിടെ നമ്മളിൻ്റെ സെൻട്രൽ ആക്സിലേക്ക് കൂടി ഉണ്ടാകുന്ന ആ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ നമുക്ക് IZ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഡയാമീറ്ററിലേക്ക് കൂടി ഉണ്ടാകുന്നത് IX വരും IY വരും. അതായത് രണ്ടും അതിൻ്റെ ആ ഡിസ്കിൻ്റെ ഡയാമീറ്ററിലേക്ക് കൂടിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് വരിക. അപ്പോൾ IZ കൂടിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സെൻട്രൽ ആക്സിസിലേക്ക് കൂടിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ IZ ഇവിടെ ICM-ന് ഈക്വൽ ആണ്. അത് mr² / 2 ആണ് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിലേക്കൂടെ നമുക്കതിൻ്റെ ഡിസ്കിൻ്റെ ഡയാമീറ്ററിലേക്ക് കൂടിയുള്ള ആ ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാം. ഇവിടെ IZ = ICM ആകും. അപ്പോൾ ICM = mr² / 2 ആണ് ഒരു ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വരുന്നത്. ആ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ mr² / 2 = IX + IY കിട്ടും. ഇവിടെ IX-ഉം IY-യും കടന്നു പോകുന്നത് ആ രണ്ടിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വരുന്നത് ഡയാമീറ്ററിലേക്ക് കൂടിയാണ്. ഡയാമീറ്ററിലേക്കുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് നമ്മൾ ID എന്ന് വിളിച്ചത്. അതുകൊണ്ട് IX = IY = ID കിട്ടും. അപ്പോൾ നമുക്ക് IX-നും IY-ക്കും പകരം ID + ID എന്ന് എഴുതാം. അപ്പോൾ 2ID കിട്ടും. അങ്ങനെയാണെങ്കിൽ ID = 2നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ mr² / 4 എന്നൊരു ഇക്വേഷൻ കിട്ടും. ഈ ഒരു സമവാക്യമാണ് ഒരു ഡിസ്കിൻ്റെ ഡയമീറ്ററിലേക്കുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ സമവാക്യം വരുന്നത്. അതായത് ID = mr² / 4. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്ക് ത്രൂ ഇറ്റ്സ് ടാൻജൻറ്റ്. അതായത് ടാൻജൻറ്റിലേക്കുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. നമുക്ക് ടാൻജൻറ്റ് വെച്ചാൽ എന്നാണ് അറിയാം. അതായത് ഒരു ഡിസ്ക് എടുത്താൽ ആ ഡിസ്കിൻ്റെ ഒരു ഭാഗത്ത്, അതായത് ഏതെങ്കിലും ഒരു പോയിന്റിലേക്കൂടെ മാത്രം കടന്നു പോകുന്നൊരു വര. അപ്പോൾ ആ രീതിയിലാണെങ്കിൽ
ഒരു ഡിസ്ക്കാണ് നമ്മളിവിടെ എടുത്ത് അതിൻ്റെ ഉൾഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റേഡിയസിന് ആ ഡിസ്കിൻ്റെ റേഡിയസിന് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ R ആയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഡയാമീറ്ററിലേക്ക് കൂടിയാണ് എന്ത് വരിക ID വരിക. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ഇവിടെ ടാൻജൻറ്റ് ഞാൻ ഇവിടെ വരച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ശേഷം നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ സമവാക്യം എന്താ വെച്ചാൽ പാരലാക്സിസ് തിയറാണ്. കാരണം IDക്ക് ബേസ് ചെയ്തിട്ടുള്ള ടാൻജൻറ്റ് പാരലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് പാരലാക്സിസ് തിയർ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. പാരലാക്സിസ് തിയറത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം I = ICM + MA² ആണ്. ഇവിടെ ICM എന്ന് വെച്ചാൽ IDക്ക് ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് ID സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം M മാസം M തന്നെയാണ്. എക്ക് പകരം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ R ആണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് M × ക്യാപിറ്റൽ ലെറ്റർ R² എന്ന് കിട്ടും. ഇനി നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഇക്വേഷനിൽ IDയുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. അതായത് ID = MR² / 4 കിട്ടും. ശേഷം നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അതായത് അതിനെ സിംപ്ലിഫൈ ചെയ്താൽ എന്നാ വരുക വെച്ചാൽ ഇവിടെ 5/4 × MR² ആണ് ഫൈനൽ ആൻസർ കിട്ടുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്ക് ബേസ്ഡ് ഓൺ എ ഡിസ്കിനെ പറ്റിയിട്ട് കുറേ സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയുള്ള കുറേ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിൻ്റെ ഔട്ട്കംസ് എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സർക്കുലർ ഡിസ്ക് നമ്മൾ കണ്ടപ്പം നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലായി. അതായത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ അതിൻ്റെ സെൻട്രൽ ആക്സിലെ കൂടിയും അതുപോലെ തന്നെ അതിൻ്റെ ടാൻജൻറ്റിലെ കൂടിയും അതിൻ്റെ ഡയാമീറ്ററിലെ കൂടെയൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ അതിൻ്റെ ഇക്വേഷനൊക്കെ നമുക്കൊന്ന് ഓർഡറാക്കി എഴുതാം. അതിൻ്റെ ഡിഫറൻസൊക്കെ നമുക്ക് അപ്പം വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ ICM = മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ത്രൂ ഇറ്റ്സ് സെൻറ്റർ, അതായത് സെൻറ്ററിലേക്ക് കൂടിയുള്ള ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് കണ്ടുപിടിക്കണം. ഡിസ്കിൻ്റെ സെൻറ്ററിലേക്ക് കൂടിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ICM = എന്താണ് MR² / 2 ആണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ. ശേഷം നമ്മൾ കണ്ടുപിടിച്ചത് എന്താ വെച്ചാൽ ID, അതായത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്ക് ത്രൂ ഇറ്റ്സ് ഡയാമീറ്റർ. അതായത് സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയാം, എല്ലാവരും ഓർമ്മിച്ച് വെക്കുമെന്ന് വിചാരിക്കുന്നു. ഒരു കോയിൻ എടുത്തിട്ട് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, അതായത് ഒരു പ്രതലത്തിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലേക്ക് കൂടി ഉണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ID. അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? MR² / 4 കിട്ടി. ശേഷം IT, അതായത് അതിൻ്റെ ടാൻജൻറ്റിലേക്ക് കൂടി ഉണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ ആ രീതിയിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യക്ക് എക്സാമ്പിൾ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അതിനുള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതിനുള്ള ജീവിതത്തിലുള്ള കുറേ ഭാഗങ്ങളിൽ നിന്നൊക്കെ കിട്ടും. അത് നമുക്ക് ചുറ്റുപാടും തന്നെ നമുക്ക് IT കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ 5/4 × MR² എന്ന് കിട്ടും. അതായത് ഒരു ഡിസ്കിൻ്റെ ടാൻജൻറ്റിലേക്ക് കൂടിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. നമുക്കിവിടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ K = R / √2 ആണ് ഇക്വേഷൻ കിട്ടിയത്. അപ്പോൾ ഈ ഒരു ഔട്ട്കം കിട്ടിയത് നമുക്ക് MR² / 2 എന്നുള്ള ഒരു ഇക്വേഷനിൽ നിന്നാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോക്കാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ കുറേ ഡൈമെൻഷണൽ ഒബ്ജക്റ്റുകൾ നമ്മൾ ചുറ്റുപാടിലുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെയൊക്കെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അങ്ങനെ കണ്ടുപിടിക്കാൻ ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനിയും നമ്മുടെ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു എപ്പിസോഡിലെ കൂടെ ഇതിൽ നല്ല കണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ഇറ്റ്സ് മീ വിഷ്ണു ചെറുവാക്കര സൈനിങ് ഓഫ്.